ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ഓലൻ്റെയും അവിയലിൻ്റെയും റെസിപ്പി നോക്കാം കേട്ടോ. അതിന് ആദ്യമായിട്ട് ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ച വൻപയർ, നമ്മളിവിടെ മമ്പയർ എന്ന് പറയും, അതെടുക്കുക. പിന്നെ വെള്ളരി അല്ലെങ്കിൽ കുമ്പളങ്ങയാണ് വേണ്ടത്, പക്ഷേ ഞാനിവിടെ പപ്പായയാണ്. ഇതിലേലും ചെറുതായിട്ട് അരിയാൻ നോക്കുക, അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പിട്ട് മമ്പയർ നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിൽ ഒരു 3 വിസിലാക്കിയിട്ടുണ്ട്. മമ്പയർ വെന്ത് ഉടഞ്ഞു പോരുത് കേട്ടോ. ഇനി ഒരു മുറി തേങ്ങ അല്ലെങ്കിൽ ഒരു മുക്കാൽ മുറിയോളം തേങ്ങ എടുത്ത് ചിരവി 1-ാം പാലും 2-ാം പാലും വേർതിരിച്ചെടുക്കുക. നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ച പപ്പായ അല്ലെങ്കിൽ കുമ്പളങ്ങ പീസുകൾ ഇട്ടിട്ട് 2-ാം പാലിൽ ഒരു പച്ചമുളകും ഒരു പൊടിക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ 2-ാം പാലിൽ ഇത് വേവിച്ചെടുക്കാം. ഇത് വെന്ത് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച മൺപയറുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സായിട്ട് ഒന്ന് തിളയ്ക്കണം. 2-ാം പാലിൽ കിടന്നിട്ട് നന്നായി തിളയ്ക്കണം. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഈ സദ്യയിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഡിഷാണേ ഓലനും അവിയലും. രണ്ടും ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇനി നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്താൽ പിന്നെ നമ്മൾ തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. പിന്നെ ഒന്നും ചെയ്യണ്ട, ഗ്യാസ് ഓഫാക്കി വെക്കുക. അപ്പോഴത്തേക്ക് ഇത് ഒന്ന് തണഞ്ഞ് കഴിയുമ്പോൾ അത് കുറുകി വരും കേട്ടോ. ഇനി ഗ്യാസ് ഓഫാക്കിയ ശേഷം കുറച്ച് കറിവേപ്പിലയും നല്ല വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു മണം വരും കേട്ടോ. ഇപ്പം ഇനി നമ്മളുടെ ഓലൻ വിളമ്പാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത നമുക്കൊരു അവിയലിൻ്റെ റെസിപ്പി നോക്കാം. ഒരുപാട് വെജിറ്റബിൾസ് ഇട്ട് നല്ല ഹെൽത്തി ആയ ഒരു ഐറ്റമാണ് അവിയൽ. ഇനി നമുക്കതിന് വേണ്ടി പയർ, ക്യാരറ്റ്, മുരിങ്ങക്കായ, പിന്നെ ചേനയും വാഴയ്ക്കും, ഇത്രയും കഷ്ണങ്ങളാണ് ഞാനിവിടെ എടുത്തത്. കയ്പ്പൊക്കെ ഇടുന്നവർക്ക് അത് ഇടാം കേട്ടോ. നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. വാഴയ്ക്കും ചേനയും ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല തിന്നായിട്ട് അരിഞ്ഞാൽ അത്രയും നല്ലത്. നീളത്തിൽ വേണം അവിയൽ അരിയാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാ പച്ചക്കറികളും നന്നായിട്ട് കഴുകി എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ചേനയും കായൊക്കെ അത്യാവശ്യം വേവുണ്ട്, അപ്പോൾ ഇത്തിരി സമയം എടുക്കും. കുക്കറിൽ അടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ വെന്ത് കിട്ടുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി അത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് അത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഒതുക്കാം. തേങ്ങയും പച്ചമുളകും ജീരകവും ഇത് 3ഉം കൂടെ ഇട്ടിട്ട് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അരച്ചെടുക്കരുത്, വെള്ളം ചേർത്തിട്ട് ഒതുക്കിയെടുക്കാം. ഓക്കെ, ഞാനിതാ ഒരു വലിയ മുറി തേങ്ങേൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. പകുതിയല്ല, ഒരു വലിയ മുറി തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒതുക്കി വെച്ച ഈ തേങ്ങേൻ്റെ മിക്സ് നമുക്ക് വെന്ത് വന്ന പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി തിളച്ച് ഏകദേശം വെള്ളമൊക്കെ വറ്റി വരുന്നൊരു പാകമാണ്. അവയിൽ ഒത്തിരി വെള്ളം പാടില്ല, അപ്പോൾ ഇത് ഒന്നും കൂടെ ഇനി കുറുകും. അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റിയ ശേഷം കുറച്ച് വെള്ളം അവിടെ നിന്നോട്ടെ, കുറച്ച് തൈര് ഒഴിക്കുമല്ലോ, അപ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസി കിട്ടും. ഇനി ആ വെള്ളം വറ്റിയിലേക്ക് നമ്മളുടെ തേങ്ങ ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. പുളി അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ വേണം. ആവശ്യത്തിന് പാകത്തിന് തൈര് നോക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി അത് തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കരുത്, ചൂടാക്കിയെടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. നല്ല കിടിലം അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.